സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ 2026 പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്നലെ NDAയിൽ നിന്നും ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. 16-ാം തീയതി ആൻസർ കീ പബ്ലിഷ് ചെയ്യുമെന്നുള്ളത്. അതിനനുസരിച്ചിട്ട് NDAയിൽ നിന്നും ആൻസർ കീ പബ്ലിഷ് ചെയ്തതായിട്ട് പബ്ലിക് നോട്ടീസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് NDAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആൻസർ കീ ലഭ്യമാകുന്നതാണ്. ആദ്യമേ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. 2026 ജൂൺ നെറ്റ് പരീക്ഷ എഴുതിയ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ പേരിലേക്ക് എത്താനായിട്ട് വീഡിയോ ലൈക്ക് ചെയ്ത് തുടർന്ന് കാണുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുണ്ട്. എന്നതിന് ശേഷം നിങ്ങൾ സൈഡിലേക്ക് പോയിട്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സെർവർ ബിസി ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ട്രാഫിക് ഉണ്ട്. സോ അതുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാലും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല. കറക്റ്റായിട്ട് ആർക്കെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ വന്നിരിക്കുന്ന സബ്ജക്റ്റുകളിൽ പ്രധാനപ്പെട്ട 3 സബ്ജക്റ്റുകളില്ല. ഇംഗ്ലീഷിന്റെ ആൻസർ കീ ലഭ്യമല്ല, കൊമേഴ്സിന്റെ ആൻസർ കീ ലഭ്യമല്ല, അതുപോലെ തന്നെ സോഷ്യോളജി ആൻസർ കീ ലഭ്യമല്ല. ഈ 3 സബ്ജക്റ്റുകളുടെയും പരാതികൾ കോർ കമ്മിറ്റി, അതായത് നമ്മുടെ റിഫോം കമ്മിറ്റി, ഓൾറെഡി നമ്മൾ ആ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്താണ്. റിഫോം കമ്മിറ്റി പരിശോധിക്കുന്നുണ്ട്. ഓൾറെഡി വന്നിരിക്കുന്ന പരാതിയിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുശേഷം മാത്രമേ ഈ 3 സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 സബ്ജക്റ്റ് ഒഴികെ, ഈ 3 സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ചെറിയ സബ്ജക്റ്റുകളല്ല. ഇന്ത്യ ഒട്ടാകെ ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതുന്ന സബ്ജക്റ്റാണ് ഇംഗ്ലീഷും കൊമേഴ്സും. സോഷ്യോളജിയുടെ കാര്യത്തിൽ അത്ര വരുന്നില്ലെങ്കിലും സോഷ്യോളജി പേപ്പർ ലീക്കിന്റെ കാര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കൊമേഴ്സിന്റെയും ഇംഗ്ലീഷിന്റെയും കാര്യത്തിൽ കൂടുതൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ വന്നു എന്നുള്ളതാണ് ആരോപണം. ഈ ആരോപണങ്ങൾ കൃത്യമായിട്ട് കോർ കമ്മിറ്റി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഈ 3 സബ്ജക്റ്റുകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളുടെയും ആൻസർ കീ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ സെർവർ ബിസി ഇഷ്യൂ കാരണം ഒരു രീതിയിലും പലർക്കും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. മറ്റുള്ള സബ്ജക്റ്റുകൾ ആരെങ്കിലും ഓപ്പൺ ചെയ്ത് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, 3 പ്രാവശ്യത്തിലധികം നമ്മൾ ഇത് തുടർച്ചയായിട്ട് നോക്കുകയാണെങ്കിൽ, നമ്മളിത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റായാലും സെർവർ ബിസിയുടെ ഇഷ്യൂ ഉണ്ടായാലും അത് ലോക്ക് ആവുന്നുണ്ട്. അങ്ങനെ ആവാതിരിക്കാൻ ശ്രമിക്കുക. ഒരു പ്രാവശ്യം നോക്കി നിങ്ങൾ കറക്റ്റ് വിവരങ്ങൾ തന്നെയാണ് കൊടുത്തതെങ്കിൽ വീണ്ടും അത് ഇപ്പൊ ചെക്ക് ചെയ്യേണ്ടതില്ല. സെർവർ ബിസിയാണ്, ആ ബിസി കഴിഞ്ഞതിന് ശേഷം അത് ഓപ്പൺ ആവുന്നതുമായിരിക്കും. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് ലഭിക്കും. അതായത് നമ്മൾ എഴുതിയിരിക്കുന്ന ഉത്തരങ്ങൾ അടങ്ങിയ ഷീറ്റ് നമുക്ക് ലഭിക്കും. അതിന്റെ ചോദ്യം ഉണ്ടാവും. അതേപോലെ തന്നെ NDA നൽകുന്ന ഉത്തരവും നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 ഉത്തരങ്ങളും നമ്മൾ നോക്കി കഴിഞ്ഞിട്ടാണ് നമ്മുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ആൻസർ കീ കിട്ടിയതിനു ശേഷം വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ചെക്ക് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ NDA നൽകിയിരിക്കുന്ന ഉത്തരം തെറ്റാണ്, ഞാൻ എഴുതിയ ഉത്തരമാണ് ശരി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് NDAയോട് ചലഞ്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചലഞ്ച് ചെയ്യുന്നതിന് ഒരു ചോദ്യത്തിന് 200 രൂപയാണ് ഈടാക്കുന്നത്. ഈ ഒരു കാര്യം 2 ദിവസം മാത്രമേ അവൈലബിൾ ആവുകയുള്ളൂ. 16-ാം തീയതി മുതൽ, അതായത് ഇന്ന് മുതൽ ആഗസ്റ്റ് 18 വരെ, 16, 17, 18, ഇപ്പോൾ ഇന്ന് ലീവാണല്ലോ, 17, 18 നമ്മൾ കൂട്ടിയാൽ മതി ഈ 2 ദിവസങ്ങൾ. അപ്പോൾ വെറുതെ നമ്മൾ ചലഞ്ച് ചെയ്താൽ പോരാ, അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ചലഞ്ച് ചെയ്ത ചോദ്യങ്ങൾ കൃത്യമായിട്ടുള്ള സബ്ജക്ട് എക്സ്പേർട്ട് ചെക്ക് ചെയ്തതിന് ശേഷമാണ് അതെന്ത് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കോറായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ എഴുതിയ ഉത്തരം ശരിയാണെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാവുകയും NDA നൽകിയിരിക്കുന്ന ഉത്തരം തെറ്റാണെന്ന് നമുക്ക് അറിയുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചലഞ്ച് ചെയ്യാം. ഓരോ ക്വസ്റ്റിനും 200 രൂപ കൊടുത്ത് നമുക്കത് ചലഞ്ച് ചെയ്യാം. ആ ഉത്തരം എഴുതിയ, ഇന്ത്യ ഒട്ടാകെ ആ ഉത്തരം എഴുതിയ എല്ലാവർക്കും ഒരാൾ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ മാർക്ക് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, ചലഞ്ച് ചെയ്യാനുള്ള ഡേറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആഗസ്റ്റ് 16 മുതൽ ആഗസ്റ്റ് 18 വരെ, അപ് ടു 19:59 PM. ആഗസ്റ്റ് 18-ാം തീയതി 19:59 PM വരെ നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഫീ അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇത് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം ഏതെങ്കിലും രീതിയിലുള്ള ആൻസറുകൾ അല്ല ഏതെങ്കിലും രീതിയിലുള്ള ചോദ്യങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി, അതേപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഉത്തരങ്ങൾ NDA തെറ്റായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയായി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഫൈനൽ ആൻസർക്ക് വരും. ഫൈനൽ ആൻസർക്ക് വന്നാൽ അതിൽ മാറ്റം ഉണ്ടാകില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചലഞ്ച് ചെയ്യാനോ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആൻസർ കീയിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നമ്മൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സെർവർ ബിസിയാണ്, അതുകൊണ്ട് തുടർച്ചയായിട്ട് നോക്കാതിരിക്കുക. 3 തവണ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ
വിൻഡോ ലോക്ക് ആവും, പിന്നീട് അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല, പിന്നീട് NDA കോൺടാക്ട് ചെയ്യുകയൊക്കെ വേണം. അതിന്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 3 സബ്ജക്റ്റുകളിൽ ഇത് വന്നിട്ടില്ല. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി, ഈ 3 പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ ഇത് വന്നിട്ടില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ചോദ്യങ്ങൾ ചെക്ക് ചെയ്യുക. NDA തന്നിരിക്കുന്ന ഉത്തരം തെറ്റാണെങ്കിൽ നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഉത്തരം ശരിവെക്കുന്ന രീതിയിലുള്ള ഡോക്യുമെന്റോട് കൂടി നമുക്കത് ചലഞ്ച് ചെയ്യാം. ഓരോ ചോദ്യത്തിനും 200 രൂപയാണ് ഫീ വരുന്നത്. ഇതാണ് പ്രാഥമികമായിട്ട് നമ്മൾ അറിയാനുള്ള കാര്യങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ആൻസർക്ക് ഏതെങ്കിലും ഒന്ന് ലഭിച്ചാലല്ലേ നമുക്ക് അതിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റൂ. നമുക്ക് സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു 3 തവണ എന്നുള്ള ഒരു ലിമിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റുഡൻസിന്റെ ലോഗിൻ വെച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ലോഗിൻ ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കത് പിന്നീട് പരിശോധിക്കാൻ സാധിക്കില്ല. പ്രധാനമായിട്ടുള്ള 3 സബ്ജക്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റ് സബ്ജക്റ്റുകൾ വെച്ച് വേണം ചെക്ക് ചെയ്യാൻ. സോ അത് വളരെ പെട്ടെന്ന് അതിന്റെ വീഡിയോ ചെയ്യാം. ഏത് രീതിയിലാണ് റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചലഞ്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ റെസ്പോൺസ് ഷീറ്റ്, പ്രൊഫഷണൽ ആൻസർ കീ ഏത് രീതിയിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതുവരെ ഈ ഒരു വിവരം ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്ന് വളരെ വേഗത്തിൽ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.